And pin him back. Big Boss season 7 episode 6 roasted. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു. സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. രാവിലെ 8:30. ആരാ ഇവിടെ ഇരിക്കുന്നേ? ഇത് ഇത് നമ്മുടെ രേണു ചേച്ചിയല്ലേ? ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. എന്തിനാ കരയണേ? എന്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? പുല്ല് ഒന്ന് സെന്റിമെന്റലായി വരാന്ന് വെച്ചതാ. അപ്പൊ പൂച്ചയ്ക്ക് കണ്ണുമില്ല. ആ ഫ്ലോ അങ്ങ് പോയി. അമ്മോട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. കാപ്പി കിട്ടാത്തതിനാണോ കരയണേ? രേണു ചേച്ചി ബി ലൈക്ക് ക്യാമറ സുഖമുണ്ട് ഇവിടെ തന്നെ ഇരുന്ന് പറയാ. രാവിലെ 9:15. 9:15 അവിടെ എന്താ പറ്റിയേ? സൗണ്ട് ഇട് ബിഗ് ബോസേ. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് സൗണ്ട് വേണ്ട, മ്യൂട്ട്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇതെന്തൊരു തെറികൾ ഇവര് പറയണേ? ബിഗ് ബോസിൽ അടിയില്ല എന്ന് പറഞ്ഞു. എന്തിനാ ഇതൊക്കെ? ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. നാടുണ്ടോ എനിക്ക്? കണ്ണടച്ച് കിടക്കുന്നത് ഇത് കടിക്കോ? ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. രേണു ചേച്ചി നില കേട്ടൂടെ മരയൂളെ ഒന്ന് മിണ്ടാതിരി. എത്ര തവണ ഈ ചെവിയിൽ ചീവീട് പോകുന്നത് പോലെ തന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. വേണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ട് വരപ്പിക്കുന്നത്. നെവിൻ പൊളിച്ച് അത് ഫയറാ. ഫയർ ഏത്? അത് ശരിയാ. ഫയർ അത് ഫയർ, ഇത് പയർ. രേണു ചേച്ചി പിന്നെ തന്റെ സ്നേഹം താൻ കയ്യിൽ വെച്ചാ വീടോ? അവൻ കിന്നരിക്കാൻ വന്നിട്ട് മോളേന്ന് വിളിച്ച്. ആരാണ് സുധി? അറിയില്ല. നമുക്ക് ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ? ഓക്കെ, അത് പറ്റില്ല. രേണു ചേച്ചി ബി ലൈക്ക് താൻ എന്നെ അങ്ങനെ വിളിച്ചല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വിളിക്കണോ? സമ്മതിച്ചു, തനിക്ക് ധൈര്യമുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് അറിഞ്ഞൂടല്ലോ അവന് നാണില്ലാന്ന്. വിട്ട് കേള ചേച്ചി. കറിയിൽ ഉപ്പിടുന്നതിന്റെ അഭിപ്രായം പറയാൻ സവാളയുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ റെന ഫാത്തിമ. ഞാൻ തീരുമാനിക്കും. ഇങ്ങനെ നിന്ന് ചെയ്യാണ്ട് പോമോളെ, എന്തിനാ ത്രീ ചെയ്യാവുന്നേ? ആ ഫുഡിലൊക്കെ തുപ്പലം തെറിക്കിട്ടു. നീങ്ങിക്കണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നോട്, അതെനിക്ക് മനസ്സിലായി. പൾസ് നോക്കിയപ്പോഴാണ് നെവിന് നിനക്കത് മനസ്സിലായേ. ഫോർ യു എനിത്തിങ്. ബിൻസി ലൈക്ക് ഇവന് വയ്യേ. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ബിഗ് ബോസ്. കണ്ണീര് തുടച്ചിട്ട് പറ. പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദം ഉള്ള വസ്ത്രമിട്ട് പട്ടിണി ഇല്ലാതെ കിടക്കുന്നതാണ്. അത് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ മിണ്ടണില്ല. ഈ വീടിന്റെ പ്രതീക്ഷയുടെ മുഴുവൻ ഭാരവും ഇപ്പോൾ നിങ്ങളുടെ ചുമലിലാണ്. ഒരു കാര്യം ചെയ്യ, അക്ബറിനോട് പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ പോവാൻ പറ. മൂക്ക് മുട്ട തിന്നിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത്. പിന്നെ എല്ലാവരും 1-2 ചപ്പാത്തിയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. എടാ നിനക്ക് ഈ 10 ചപ്പാത്തി കൂച്ച. ഇന്ന് അക്ബറിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളെ പണിപ്പുരയിലുള്ളൂ. അപ്പൊ ബിഗ് ബോസ് പറയാണ് പണിപ്പുരയിൽ ഇന്ന് അക്ബറിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അക്ബറിന് ഇഷ്ടപ്പെട്ട വിഭവം കേൾക്കട്ടെ. ഒരു പ്ലേറ്റ് പൊറോട്ട, കൂടെ മട്ടൻ, ചിക്കൻ ബിരിയാണി, അൽഫാം, കുഴിമന്തി. ബാക്കി കണ്ടസ്റ്റൻസ് ഇത് അക്ബറിന് ഇഷ്ടം മാത്രമേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. മത്സരം തുടങ്ങി. അക്ബർ ഓടിച്ചെന്നു, 5-6 എടുത്തു, തിരിച്ചു വന്നു, അതിലിട്ടു. ഇവൻ വലിയ ബുദ്ധിരാക്ഷസൻ, വലിയ ഗെയിം സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞ് പ്ലാൻ ഒക്കെ ചെയ്തിരിക്കുന്ന ലെവന് പോയിന്റ് നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കാൻ അറിയില്ല. ടൈം നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പോയി തിരിച്ചു വരാൻ അറിയില്ല. വലിയ ബുദ്ധിമാനാ. ഇതൊന്നും അറിയില്ല. ബിഗ് ബോസ് ഇത് കൊടുക്കില്ല എന്നാണ്, കാരണം പോയിന്റ്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കൂട്ടി നോക്കിയാ അനീഷ്, ഇത് 500 പോയിന്റ് കൂടുതൽ. ഇതൊക്കെ ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുപോകും. ബാക്കി കണ്ടസ്റ്റന്റ് എനിക്ക് വിശപ്പില്ലടോ, എനിക്ക് വിശക്കുന്നത് പോടാ. കേൾക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്ന് പോടോ. സത്യം പറഞ്ഞ അനീഷിനോടുള്ള ദേഷ്യം അക്ബർ അത് വലിച്ചെറിഞ്ഞ് പ്രകടിപ്പിച്ചു. എടാ മണ്ടന്മാരെ, അനീഷ് പറഞ്ഞാൽ ശരി, പോയിന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തരില്ല. അതും കേട്ട് അനീഷിനെ കുറ്റം പറയാൻ വേറെ കുറെ മണ്ടന്മാർ. പൊട്ടത്തരം ചെയ്തിട്ട് അനീഷിന്റെ മേത്ത് കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? പോയിട്ട് നോക്കിയെടുക്കണ്ടേ? ഏതൊക്കെ തിരികെ വെക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുക. അതെന്താ അങ്ങനെ ഒരു റൂള് ബിഗ് ബോസ്? സാധാരണ എല്ലാ കൊല്ലം പോയിന്റ് കൂടുതൽ എടുത്തൊന്നും കൊടുക്കാറില്ലല്ലോ. നമ്മുടെ രാവിലത്തെ വഴക്കിന്റെ ബാക്കി സവാളയും തേനയും കൂടി പിന്നെ അടി തുടങ്ങി. തുപ്പലം തെറിക്കാൻ അങ്ങോട്ട് നീങ്ങിക്ക്. തെളിയിച്ചാ എപ്പ?
റെനാബി ലൈക്ക് എടോ തനിക്ക് നാണുണ്ടോടോ എന്നോട് വഴക്കിടാൻ? ആ ദോശക്ക് തന്നെ തനിക്ക് നാണുണ്ടോ? താൻ ഉണ്ടാക്കിയ ദോശ ഞാൻ കഴിക്കും. തനിക്ക് നാണുണ്ടോടോ എന്നോട് വഴക്കിടാൻ? നാണുണ്ട് ഇയാൾക്ക്. ഇയാൾ ഇവിടെ കറി വയ്ക്കുന്നത് ശരിയാണോ? നല്ല ടേസ്റ്റ്. കുറച്ച് ചമ്മന്തി ഒഴിക്കും. ഓ നീലേട്ട, എനിക്ക് ആദ്യം മനസ്സിലായി. ഈ ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ ബാക്കി വരുന്ന ആ ഒരു കീട്ടാണോ ഇവള്? ഹായ് ഹായ്, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു. കോടി കോടി. ഇതിന്റെ ഇടയ്ക്ക് രഞ്ജിത്ത്, ഇയാൾക്ക് അവിടെ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. അയാൾ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറിയിട്ട് ഇത് തന്നെ ഇവൾക്ക് ചീത്ത പറയാൻ പറ്റിയ അവസരം. ആ ഇങ്ങനെയെങ്കിലും രഞ്ജിത്തിന്റെ സൗണ്ട് ഒന്നും ഞാൻ അവിടെ കേട്ടല്ലോ. അവസാനത്തെ ആയുധം ഫാത്തിമ കരച്ചിൽക്കാരൻ ഇറക്കി ഗൈസ്. പക്ഷെ കരയുന്നുണ്ടെങ്കിലും കണ്ണീര് വരുന്നില്ല. അതെന്താ കണ്ണീർ ഗ്രന്ഥി ഇല്ലാണ്ടായോ? ഇതിന്റെ ഇടയ്ക്ക് അനീഷ് ഭയങ്കര എന്റെ ദൈവമേ. ഓക്കെ ആയിട്ടില്ല? ഓക്കെ എന്നാ ഞാൻ 5 മിനിറ്റ് ആയിട്ട് കുട്ടി ഓക്കെ ആയിട്ട് വന്നിട്ട് ഒന്നും കൂടി ചോദിക്കാം കേട്ടോ. എന്റെ സംശയം ശരിയുടെ കണ്ണീന്ന് കണ്ണീർ വരാത്തേ. വേണ്ട വേണ്ടെന്ന് ഞാൻ പറയൂ, പക്ഷെ നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് അത് കുഴച്ചെന്റെ വായിൽ വെച്ച് തരണം. എനിക്ക് നല്ല വിശപ്പുണ്ടേ, രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സരിക ചേച്ചി ബി ലൈക്ക്, നീ ഇത് കഴിക്കുന്നുണ്ടോ? വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്ത് ചെയ്യും? അവസാന ദിവസമായിരിക്കും ഇവിടെ അല്ല, എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടിൽ. ഫ്രണ്ട്ഷിപ്പ് അന്നാ പോയി ഇറങ്ങി പോവാം. എനിക്ക് മാറാനൊക്കെ അറിയാം കേട്ടോ. എന്റെ പൊന്നാര്യാ, വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് അവിടെ വെക്കണോ? ഓരോ സീരിയസ് ആവണേ നീ അവിടെ കിടന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ ഓവറാ. ആര്യ ചമ്മി പൊന്നാര്യ വിട്ടുകളാ, നിന്ന് അളിയണ്ട. നീ ഒന്നും ചെയ്തില്ലേ? നിന്റെ ഫ്രണ്ട് സർക്കിളിൽ കാണിക്കുന്ന പോലെ എന്റെ അടുത്ത് കാണിക്കരുത്. ബൈ ദ ബൈ, ഔട്ട്ട്രാക്ക് ഇറക്കാൻ വേണ്ടിയാണോ കുട്ടാ ഈ സോപ്പിടൽ വഴക്കിടൽ എല്ലാം? തിരിക്കി പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി കാണിക്കുന്നത്. എന്ത് തിരിച്ചു? കൈ തിരിച്ചവൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാ ബൈക്ക് ഓടിക്കാൻ പോകുന്ന അനൂപി ലൈക്ക് എനിക്ക് ഇപ്പഴേ പ്രതികരിക്കാൻ തോന്നിയേ. എന്നെ മുഖത്ത് നോക്കിയിട്ട് ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ല. എനിക്ക് അപ്പൊ പ്രതികരിക്കാൻ തോന്നി, ഇപ്പൊ പ്രതികരിക്കാൻ തോന്നി. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എന്താ? അനൂപി ലൈക്ക് ആരുടെ ഇവൻ ഇതെപ്പോ വന്ന് കുത്തമ്മീനാറ് പോലെ എന്റെ നടുക്ക് വന്ന് നിൽക്കാൻ ഇറങ്ങിപ്പോടാൻ പറ. 24, 25, 26, 27 ഒളിച്ചില്ലെങ്കിൽ സാറ്റ്. എന്നിട്ട് നമ്മുടെ അനുമോള് പാവം അവിടെ പോയി ഇങ്ങനെ കരഞ്ഞു. 3 പേർക്കും അഭിനന്ദനങ്ങൾ. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ആയത് 3 പേരാണ്. ഷാനവാസ്, ബിന്നി, അഭിലാഷ്. നിന്നെ ഇവിടുന്ന് പോസ്റ്റ് അടിക്കാന്നുള്ളതാണ്. അതെന്താണ് ഞാൻ എല്ലിയ പുകച്ചിട്ട് അടിക്കാൻ? അത് നീയല്ല തീരുമാനിക്കണത്. അത് പോയിന്റ് ഇറങ്ങി പോടാ, ചുമ്മാ ഷോ കാണിക്കാതെ അതിന്റെ അകത്തിടന്ന്. അല്ല പനി, നീ എന്തിപ്പോ കാണിക്കുന്നേ? ഇത് ഷോ അല്ലേ? മനുഷ്യ പറ്റില്ലാത്തവനെ പറഞ്ഞാണല്ലോ. ഇവൻ എന്റെ പേര് കളയും ഗൈസ്. ആരും ശരത്തിനെ ചീത്ത വിളിക്കരുത്. അത് ഞാനാണ്. അപ്പാനിനെ ചീത്ത വിളിച്ചോ കേട്ടോ. ആകാശത്തിലേക്കുള്ള താരങ്ങളാ ഞങ്ങള്. ഇവൻ ഇത്ര കച്ചറയായിരുന്ന ആ അങ്കമാലി ഡയറീസിൽ അപ്പാനി രവി തന്നെ അറിഞ്ഞു കൊടുത്ത ക്യാരക്ടറാണ്. ആകാശത്തിലെ വെൺതാരങ്ങളായെങ്കിലേ ഞങ്ങൾ പണിയെടുത്തായണ്ട. അതിനാ ആര് പറഞ്ഞതൊക്കെ? നീ പുറത്ത് അടുത്ത ആഴ്ച ഔട്ടാകുമ്പോൾ പുറത്ത് അന്വേഷിച്ച് നോക്കണേ ഞങ്ങളെ കുറിച്ചൊക്കെ. ഞാൻ അന്വേഷിക്കാം, ഞാൻ പുറത്തുണ്ടല്ലോ. ലാസ്റ്റ് ഇറങ്ങി ചേട്ടന്റെ ജയിച്ച സിനിമ ഏതാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നിനക്ക് ആർട്ടിസ്റ്റുകളെ വിലയില്ലേ? അങ്കമാലി ഡയറീസ് എന്ന് പറയല്ലേ. ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ആയിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അനീഷ് ആര് നോമിനേറ്റ് ചെയ്ത് നോക്കാം? ശരത്തിനെയാണ്. കാരണം ഞാനോ? അപ്പാനി രവി. ഓക്കെ, ജയിലിൽ പോയി കിടക്കട്ടെ അവൻ. ആ വരാന്തയ്ക്ക് പോലും കിടക്കാനായിട്ടുള്ള യോഗ്യത ആർജെ ബിൻസിക്ക് ഇല്ലാതെ. ഇവൻ കൊള്ളാം. ശൈത്യം കാരണം ചേട്ടാ ഞാനാ ഒനീൽ ചേട്ടനെയാണ്. അതിന്റെ ഇടയ്ക്ക് ബിന്നി ഒനീലിനെ നോമിനേറ്റ് ചെയ്തു. ഒനീല് ഇടേ ഫുള്ള് പണി ഒറ്റയ്ക്ക് എടുത്താലും കുറ്റോടെ. കൈയടിച്ച് പൊട്ടിക്ക ചേട്ടാ. 2 പേരുമായിരിക്കും ഇന്ന് ജയിലിൽ പോകും. അങ്ങനെ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് അനുവും പിന്നെ അപ്പാനി രവിയും കൂടി ജയിലിലേക്ക്. ബിൻസി ബി ലൈക്ക്, എന്റെ പേര് ബിൻസി. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ആർജെ ബിൻസി എന്നാണ്. ഈ ആർജെ എന്താ ഇനീഷ്യലാ? നല്ല സംസാരം കേട്ടു. പോയിന്റ്. ഉറങ്ങാൻ പോവാ, നിങ്ങൾക്ക് എന്നെ വന്ന് പൊക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഗെയിം പ്ലാൻ ഉറങ്ങണത് ഗെയിം പ്ലാൻ ആക്കി. ഉറങ്ങണതൊക്കെ പിഴയുടെ ഗെയിം പ്ലാൻ ആയ സ്ട്രോബെറിയോ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ നടക്കുന്നത്.
വെണ്ടയ്ക്കല്ലടാ മണ്ട, അത് സ്ട്രോബെറി ആടാ. ഇത്രയും പേര് റൂമിൽ കിടക്കുന്ന ഡീന്നൊക്കെ വീട്ടില് എടീന്നെങ്ങാനും വിളിച്ചാണ്ടല്ലോ. അത് നീ പോയിട്ട് വീട്ടിൽ ഞങ്ങള് അല്ല. ഞാൻ വിളിക്കും, എടി 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 എന്തടി എന്തടി എന്തടി. എടീന്ന് വിളിക്കണ്ട, ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നു. വഴക്കിടുമ്പോ ചിലപ്പോ എടീന്ന് വിളിക്കും, ഓടീന്ന് വിളിക്കും, പോടാന്ന് വിളിക്കും. അതൊക്കെ കേൾക്കേണ്ട വരും. ബിഗ് ബോസിൽ വന്ന റെസ്പെക്ട് തരാനാണെങ്കിൽ നിങ്ങൾ വല്ല അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആവും, അപ്പൊ നല്ല റെസ്പെക്ട് കിട്ടും. നാണില്ലാത്ത കുറെ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് ഒരു പേക്കോലം കാണിച്ചാൽ നടക്കുന്നില്ല. ആദ്യം പ്രിൻസിപ്പൽ എന്നെ എടീന്നെങ്ങാനും വിളിച്ചാണ്ടല്ലോ, അപ്പൊ നീ എന്നെ പേക്കോലെന്ന് വിളിച്ചതോ? എടീന്ന് വിളിക്കുന്ന പോലെയാണ് പേക്കോലെന്ന് വിളിക്കണേ. ഞാൻ നെവിനെ ഇടാൻ വിളിച്ചിട്ടില്ല. എടോ, എന്നെ കൂർക്കം വലിക്കുന്നത് ഞാൻ നെവിനെന്നാ വിളിച്ചത്. ഇവൾക്കും ഗംഗ കയറിയ അതാദ്യം അംഗീകരിക്ക്. മതി 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 മതി, ഇന്നത്തേക്കുള്ളതായി. എനിക്ക് നീ കൂടുതൽ കാണാൻ വയ്യേ. ഏരിയയിൽ കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. മുകളിൽ അപ്പൊ ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടാനുള്ള മത്സരമാണ് പാവക്കൂത്ത്. പാവക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറങ്ങണ സാധനം ഉണ്ടാവും. അതിൽ ഒരു 3 പേര് നിന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇവർ ഇത് അടിക്കണം, പാവേനെ അടിച്ചിടണം. ആരുടെ പാവയാണോ ആദ്യം താഴെ വീഴുന്നത് അവരാണ് ജയിക്കുക. ആരടിച്ചിട്ടു എന്നതിലല്ല. തീർന്നു, നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. ആ ടൈമിൽ അനീഷേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു മനുഷ്യന്മാരോട് പോലും ബന്ധമില്ല. ഇത് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു എല്ലാം. അനീഷാണ് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. അനീഷ് എന്റെ പൊന്നോ വേണ്ട. അങ്ങനെ നമ്മുടെ മത്സരം തുടങ്ങി. ഇനി ഒനീലാട്ടന്റെ തലക്കിട്ട് അടിക്കോ? അങ്ങനെ 2 അടി അടിച്ചപ്പോഴേക്കും ഷാനവാസിന്റെ പാവ വീണു. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു. ഷാനവാസ് ആണ് അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ. അത് കഴിഞ്ഞ് ജയിലിന്റെ ഉദ്ഘാടനമായിരുന്നു. ഓക്കെ, അനീഷ് ഏട്ടൻ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി ലഡും സിലേബിയും തരുമോ ഞങ്ങൾക്ക്? കുറുക്കന്റെ കുഞ്ഞുങ്ങളാ ഇത്. വയ്യേ ഇവർക്ക്. ജയിലിൽ കയറി ശരത്. എന്നാലും ഞാൻ ഇത്രയും ബുദ്ധി വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ എല്ലാവരെക്കാളും കൂടുതൽ കളിച്ചിട്ട് എന്നെ നിങ്ങൾ ജയിലിലാക്കിയില്ലേ? മോശമായി പോയി, മോശമായി പോയി. നിങ്ങൾ എന്റെ കൂടെ വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അനുമോളെ എന്തോ ഒരു ലവ് ട്രാക്കോ? അപ്പൊ പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു. മാറി നിക്കാനു മോളെ, നിങ്ങൾ കൈ അതിൽ വെച്ച് അടച്ചാലോ? അനീഷിന് നാണം വരുന്നുണ്ട്. അവനെ എഴുതി ഒട്ടിക്കും ഞാൻ. അപ്പൊ അനുരവി നിങ്ങളിത് സീരിയസ് ആയിട്ടാണോ? എന്നത് കോമഡി ആയിട്ട്. എന്റെ ദൈവമേ, ഇതിനു മുമ്പുള്ള പല പല സീസണിൽ ഇങ്ങനെ കുറേ വീരവാദങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കേട്ട് ചിരിച്ചിട്ടുണ്ട്. ഇത് പുതിയത്. ഇവിടെ ഈ കഞ്ഞിയാണ് ഭക്ഷണമാണ് സത്യം. നീ ജയിലിനകത്ത് ഞാൻ സത്യം നിന്റെ മാട്ട പ്ലാൻ വെച്ചിട്ട് വിളിക്കും വരാൻ പറ. ചേട്ടാ പറയും, അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെ അനുവും ശരത്തും കൂടി അനീഷിനെ ചൊറിയാൻ എന്തോ പദ്ധതി ഇടുന്നുണ്ട്. അങ്ങനെ മാറി നിന്ന് അനീഷിനെ വിളിച്ചു വരുത്തി ഇവർ ചൊറിയാണ്. ഓക്കെ, കേക്കട്ടെ. അനൂപി ലൈക്ക് ഇയാളങ്ങടാ പറഞ്ഞ കാട് കയറണടാ, മിണ്ടാതെ നിക്കടോ. ഇതിപ്പോ എന്താ സംഭവം? എന്താ വിളിച്ചത്? ഞാൻ കേട്ടില്ല, എന്ന് പറഞ്ഞുതരൂ. അത് പറ, എന്താ പറഞ്ഞെന്ന് പറ. ഒച്ച വെക്കാതെ പറയടേ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന എന്ത് കാര്യമാണ് പറഞ്ഞത്? പറയൂ. അവന്റെ എക്സ്പ്രഷൻ നോക്ക്. 3 ചപ്പാത്തികളുമാണ് വേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ജയിൽ ടാസ്ക് കൊടുത്തു. വേറൊന്നുമല്ല, ജയിലിൽ കിടക്കുന്ന അനുവും ശരത്തും കൂടി ത്രികോണം, വൃത്തം, ചതുരം ഈ ആകൃതിയിലുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കണം. ആ ചപ്പാത്തിയുടെ എണ്ണം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് ബിഗ് ബോസിന്റെ ക്രൂവിൽ അത്ര ആളുകളാണ് ഉള്ളത്. ചിട്ടപരമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പൊക്കോളൂ. നമ്മുടെ അനീഷ് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബാത്റൂം പോകാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോ. വേണ്ട, അവിടെ ഒഴിച്ചോ. ഇത് വെച്ച് നിങ്ങൾ തൊലമണ്ടെ പൊട്ടിക്കാറുണ്ടല്ലോ. എനിക്ക് എന്റെ പൊന്നനുമോളെ, നിനക്ക് ഉള്ള വില കളയല്ലേ ആ പനിയുടെ കൂടെ കൂടിയിട്ട്. അതിന് വേണ്ടിട്ട് എനിക്ക് ജീവിക്കണം. എന്തിനാണ് ഇപ്പൊ തല്ലേ? എന്തിനാണ് ഈ അനീഷിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഫാമിലി നോക്കണം. അതിന് വേണ്ടി നിങ്ങൾ തൊല അടിച്ചു പൊടി ജയിലിൽ പോയാൽ മനുഷ്യൻ. രജിത് കുമാർ ചെയ്ത അതേ സ്ട്രാറ്റജിയാണ് അനീഷും ചെയ്യുന്നത്. സെയിം, ഡിറ്റോ സെയിം. ഈ കായ വറുത്തത് ഇവിടെവർക്ക് ഓരോ കഷ്ണം വെച്ച് കൊടുക്കട്ടെ. കായോർത്തതാ ചപ്പാത്തിയല്ലേ? കണ്ണുണ്ടോ നിനക്ക്? ഞാൻ അത്ര സുന്ദരിയൊന്നുമല്ല. സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് കരയത്തേ ഉള്ളൂ. ഉണങ്ങിയ മമ്മൂക്കയും അവിഞ്ഞ ലളിത ചേച്ചി. ചതുരാകൃതിയിലുള്ള 13 ചപ്പാത്തികൾ. ഇണ്ടാതിരിയടേ, തരാം. വാഷ്റൂമിൽ പോയ അനുമോളും ശരത്തും കൂടി അടുക്കളയിൽ വന്ന് ഒളിച്ചിരിക്കുന്നു. അനീഷ്, ഇവരിതെവിടെ പോയടാ? മാഞ്ഞു പോയോ? ഇവിടെ വരേണ്ട ഫ്രണ്ട് ഉണ്ടായില്ല. ഞാൻ തൂക്കാം. അനൂപിലേക്ക് സൂക്ഷിച്ചു നോക്കണ്ടടാ അനീഷ, ഇത് ഞാനല്ല. ഞങ്ങൾക്ക് മനസ്സിലാണ്ട. ചീപ്പ് ഷോ. അനു ശരത്ത് ഇത് ചീപ്പ് ഷോ തന്നെയാണ്. എനിക്കില്ല. അങ്ങനെ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അനു ശരത്തും വിചാരിച്ചു, ടാസ്ക് കഴിഞ്ഞല്ലോ, ഇനി പുറത്തു പോവാം. അപ്പൊ അനീഷ് പറഞ്ഞില്ലല്ല, ജയിലിൽ കയറൂ, ജയിലടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ജയിലിൽ കയറി. അപ്പൊ ബിഗ് ബോസിന്റെ സൈറൻ അടിച്ചു. അടുത്തൊരു അറിയിപ്പ് വന്നു. അറിയിപ്പ് വന്നപ്പോ ശരത്തും അനുവും വിചാരിച്ചു, ഞങ്ങളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ബിഗ് ബോസിന്റെ ഓർഡർ ആണ്.
അത് വായിക്കാൻ വന്ന അനീഷിനോട് ഞങ്ങൾ ഇനി ഇറങ്ങില്ല, താനല്ലേ ഞങ്ങൾ ഇവിടെ കയറ്റി കിടത്തിയെ, ഞങ്ങൾ ഇവിടെ കിടക്കും. അപ്പൊ അനീഷ് പറഞ്ഞാ മണ്ടാ തിരുമണ്ടാ എന്താ സംഭവം എന്നറിയോ? ഇനിയൊരു 10 ചപ്പാത്തി ടാസ്ക് ലെറ്റർ നിങ്ങൾ ചമ്മി പോയി ജയിലിൽ തുറക്കാനുള്ളതല്ല. രണ്ടാം ഘട്ടം ഇത്തവണ നിങ്ങൾ ചമ്മി 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 13 ചപ്പാത്തികളും അയ്യോ ഇത് നാലുള്ളിലൂടെ ഒന്ന് പറഞ്ഞു ചിരിക്കാൻ. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.